കാളയും അതുപോലുള്ള ബന്ധങ്ങൾ വരുന്നത് അത് സ്വാഭാവികമായിട്ട് വന്നു പോയതാണ്. ഇതിൻ്റെ അകത്ത് പ്രദർശനത്തിൽ വന്ന് പറഞ്ഞപ്പം ജല്ലിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഫോട്ടോഗ്രാഫ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മണ്ണും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ കാള അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഒപ്പം ഈ സെലക്ട് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ അകത്ത് യാദൃശ്ചികമായിട്ട് വന്ന് വിട്ടതാണ് കാള. അപ്പം വഴിയോരവും ഇങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ ജല്ലിക്കെട്ടിനെ സംബന്ധിച്ചാണെങ്കിൽ വളരെ പറയാനുണ്ട്. അത് ഈ പറഞ്ഞ വളരെ അപകടം പിടിച്ചൊരു ഫോട്ടോഗ്രാഫി എല്ലാവർക്കും വളരെ കഷ്ടപ്പെട്ട് എടുത്ത ഇതാണ്. ഓരോ ചിത്രങ്ങളുടെയും ഭംഗി നാം ആസ്വദിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ സാഹസികതയും ജീവൻ പണയം വെച്ചിട്ടുള്ള അർപ്പണബോധവും നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ആദിവാസി ഗ്രാമങ്ങളിലാണ് എൻ്റെ ഫോട്ടോഗ്രാഫി തുടക്കം ആരംഭിക്കുന്നത്. എടമലക്കുടി പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 40-45 കിലോമീറ്ററോളം നടന്ന് അവിടെ ചെന്നിട്ട് ആദിവാസികളുടെ കുടികളിൽ അന്തി ഉറങ്ങി. അവിടെ ചെന്നാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുമായിട്ടൊന്ന് യോജിച്ച് പോകണമെങ്കിൽ 2 ദിവസം അവിടെ താമസിച്ച് അവരുടെ കൂടെ ചായ കുടിക്കുകയും അവരുടെ കൂടെ വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ അവരുമായിട്ട് ഇഴുകിച്ചേർന്ന് കഴിയുമ്പോഴത്തേനും അവർ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഇങ്ങോട്ട് പറയാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങോട്ട് ആവശ്യപ്പെടാനും പറ്റില്ല. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവരെ ഇമ്പ്രസ് ചെയ്ത് ഫോട്ടോ എടുത്ത് കൊടുത്തതിന് ശേഷം അത് പിന്നത്തെ മാസമാണ് പിന്നീട് അവിടെ പോകുന്നത്. ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിയുന്നതിന് മുൻപ് അധ്യാപകനായിരുന്നു നമ്മുടെ കലാകാരൻ. വർണ്ണശലഭങ്ങളിൽ നിന്നും പുഴകളിൽ നിന്നുമൊക്കെ തുടങ്ങിയ കലാകാരൻ്റെ ചിത്രം പകർത്തൽ ഇന്ന് എത്തി നിൽക്കുന്നത് കാട്ടാനക്കൂട്ടങ്ങളിലൂടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും മധ്യത്തിലാണ്. ശരിക്കും ഞാൻ ഡ്രോയിങ് ഡിപ്ലോമയാണ്. KGT ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു 30 വർഷം മുമ്പ് ഡ്രോയിങ്ങിൻ്റെ മാഷായിട്ട് ഉള്ളൊരു പഠനമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കൂത്താട്ടോടം വർണിഫയിലാണ് എൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത്. അതിൻ്റെ ഡ്രോയിങ് ഡിപ്ലോമ കഴിഞ്ഞ ആ വർഷങ്ങളിലാണ് സ്കൂളുകളിൽ ഡ്രോയിങ് ടീച്ചേഴ്സിൻ്റെ ഒഴിവില്ല എന്നുള്ള നിലയിലുള്ളവരുടെ ഒഴിവ് തീരുന്നതോടുകൂടി പിന്നെ പുതിയ ആൾക്കാരെ എടുക്കുന്നില്ല എന്നുള്ളൊരു സംവിധാനമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കണം, നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് ഫോട്ടോഗ്രാഫി. വളരെ സാഹസികത നിറഞ്ഞതും വളരെയധികം കഷ്ടപ്പെട്ടുമാണ് ചിത്രങ്ങളെല്ലാം തന്നെ കലാകാരൻ അഭ്രപാളികളിൽ പകർത്തിയിരിക്കുന്നത്. പല ഫോട്ടോഗ്രാഫർമാരും ബാഗിൽ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കാൻ മടി കാണിക്കുന്ന സമയത്ത് ഒരു ദിവസം തന്നെ മിനിമം ഒരു 10,000 പടങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ചലനങ്ങളുടെ പിന്നിൽ പോയി ഒപ്പിയെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ശ്രീ ബിജു അടിമാലിക്കുണ്ട്. നമ്മൾ ഫോട്ടോഗ്രാഫർ സുഹൃത്തുക്കളൊക്കെ നമ്മൾ കളിയാക്കും, കാർഡ് നിറയുന്നവരെ അദ്ദേഹം പടം എടുക്കുമെന്നൊക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് കൊണ്ട് ഒത്തിരി നേട്ടങ്ങൾ ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒട്ടേറെ നല്ല നിമിഷങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തെ ബാക്കിയുള്ള ഫോട്ടോഗ്രാഫറിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. 30 വർഷങ്ങൾക്ക് മുൻപ് അധ്യാപന രംഗത്ത് സജീവമായിരുന്ന ചിത്രരചന പരിശീലകനായിരുന്നു പിന്നീട് തൻ്റെ ജോലി ഉപേക്ഷിച്ച് ചിത്രങ്ങൾ പകർത്തുന്നതിനായി നാട്ടിലേക്കും കാട്ടിലേക്കുമായി ഇറങ്ങിത്തിരിക്കുന്നു. എപ്പോൾ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ക്യാമറ ഉണ്ടാവും. അത് എവിടെ പോയാലും, രാത്രി ആയാലും പകലായാലും എവിടെ യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും ഒരു ക്യാമറ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകും. അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോട്ടോഗ്രാഫി ലൈഫിലെ ഇത്തരം ചിത്രങ്ങൾ എടുക്കാനായിട്ട് കൂടുതൽ അവസരം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. അത് സമയം നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടുകൾ നോക്കിയിട്ടോ അങ്ങനെയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ യാത്രകൾ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും എവിടെയെങ്കിലും നല്ലൊരു യാത്രയ്ക്ക് വേണ്ടി ആരെങ്കിലും വിളിക്കുന്നത്. ഉടനെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് പുറപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോട്ടോഗ്രാഫി ലൈഫിൽ ഒരുപാട് ചിത്രങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിനുണ്ട്. 3 മക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബം. കലാകാരൻ്റെ യാത്രകളിൽ കൂട്ടായി 3 മക്കളെ കൂടാതെ 4ാമത് ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു, തൻ്റെ ക്യാമറ. അത്രയ്ക്ക് ആത്മബന്ധമായിരുന്നു കലാകാരന് ക്യാമറയോട്.
ബേസിക്കലി പപ്പയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പം വണ്ടിക്കകത്തിരിക്കുമ്പോൾ തന്നെ ഓരോ സീനറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൻ്റെ എന്തെങ്കിലും സിറ്റുവേഷൻസ് കാണുമ്പം പപ്പ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ക്യാമറ ചോദിക്കും. അപ്പോൾ ഞങ്ങളെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കും. ഒന്നെങ്കിൽ ഞങ്ങൾ പുറകിൽ ഞങ്ങളുടെ കയ്യിൽ ക്യാമറ കാണും, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ ക്യാമറ കാണും. അപ്പോൾ പപ്പയ്ക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കും. അപ്പോൾ ഓരോ ഏത് സാഹചര്യമാണെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു ലൈഫിൻ്റെ ക്ലൂ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പോ ഉണ്ടെങ്കിൽ അത് എടുക്കാതെ പപ്പ പോവില്ല. അത് എത്ര സമയം ചിലവഴിച്ചാലും വണ്ടി നിർത്തിയിട്ടാണെങ്കിലും ഇറങ്ങിയിട്ട് എടുക്കാറാണ് പതിവ്. അപ്പോൾ ഇതെല്ലാം കണ്ട് വളർന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്തുണ്ടായാലും അതൊന്ന് എടുക്കുക, അതെടുത്താൽ നല്ലതായിരിക്കും, അങ്ങനെ സജഷൻസ് വെക്കാറുമുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾ പഠിക്കും ഞങ്ങൾ. ഓരോ പടം കൊണ്ട് കാണിക്കുമ്പോഴും അങ്ങനെ ഓരോന്ന് പപ്പ എടുക്കുന്ന ആ പ്രോസസ്സ് കാണുമ്പോൾ ഞങ്ങൾ ഓരോ ലൈഫിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയോടുള്ള ഇഷ്ടം കൂടുകയും ചെയ്യും. കലാകാരൻ്റെ ചിത്രം പകർത്തലുകളുടെ തുടക്കം തൻ്റെ സ്വന്തം അനുജത്തിയുടെ ഓട്ടോ ഫോക്കസ് ക്യാമറയിലായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, പല ചിത്രങ്ങളിലും കറുപ്പിൻ്റെ പ്രസരം കൂടുതലായിരുന്നു. അത് ക്യാമറയുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് കലാകാരൻ പലപ്പോഴും തടി തപ്പി. എൻ്റെ പെങ്ങളുടെ ഒരു ക്യാമറ, ഓട്ടോ ഫോക്കസ് ക്യാമറ, റൈക്കോർഡ് ഓട്ടോ ഫോക്കസ് ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറകളിൽ കുറച്ച് നാട്ടുകാരുടെയൊക്കെ പടം എടുത്ത് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിസ്സാര തുകയിൽ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് മതി എന്നുള്ള രീതിയിലെടുത്ത് നമ്മൾ തുടക്കമായിരുന്നു ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് റോള് എൻ്റെ ബ്ലാങ്ക് ആയിരുന്നു. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ ഫിലിം ലോഡായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ മുഖം കാണിക്കണമല്ലോ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ മുമ്പിൽ പറഞ്ഞു, ആ ക്യാമറ ആകെ തകർന്നു, ബസ്സിൽ പോയി കഴിഞ്ഞപ്പം ആകെ തകർന്ന് എല്ലാം പോയി, ഫിലിം പോയി, എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ വേറൊരു ബന്ധുവിൻ്റെ, സണ്ണിച്ചെന്ന് പറഞ്ഞ എൻ്റെ വേറൊരു ബന്ധുവിൻ്റെ ക്യാമറ അദ്ദേഹം എനിക്ക് താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ തന്നു. അതുകൊണ്ട് വീണ്ടും പോയി പടം എടുത്തു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ തിരിക്കാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പം ഓട്ടോ ഫോക്കസ് ആണെങ്കിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ കാണിച്ചുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമൊക്കെ കുറേ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നുവെങ്കിലും പിന്നീട് ആ കലാകാരൻ്റെ ചിത്രങ്ങളിലെ കറുപ്പ് മാറുവാൻ തുടങ്ങി, വർണ്ണങ്ങൾ നിറയുവാൻ. പിന്നീട് തനിക്ക് ലഭിച്ച പ്രോത്സാഹനം മാത്രമാണ് ഇവിടം വരെയൊക്കെ എത്തിയതിന് പിന്നിലെന്ന് കലാകാരൻ തുറന്ന് സമ്മതിക്കും. ഇതിൽ വളരെ ചുരുക്കം ചിത്രങ്ങൾ മാത്രമേ അദ്ദേഹം ഇതിൽ വെച്ചിട്ടുള്ളൂ. ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട്. അത് ആയിരക്കണക്കിനൊന്നല്ല, 10,000കണക്കിന് ചിത്രങ്ങൾ ഓരോ വിഭാഗമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും, അത് എല്ലാ തലത്തിലും, വൈൽഡ് ലൈഫ് ആണെങ്കിലും നേച്ചർ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള കലാരൂപങ്ങളിലാണെങ്കിലും എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചിത്രങ്ങളുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഓരോ യാത്ര കഴിഞ്ഞു വരുമ്പോഴും ഒരുപിടി ചിത്രങ്ങളുമായാണ് അച്ഛൻ എത്തുന്നത് എന്ന് മകൾ ഓർമ്മിക്കുന്നു. ആ ചിത്രങ്ങളെക്കുറിച്ച് വളരെ ഭംഗിയായി വ്യക്തമാക്കി കൊടുക്കുവാൻ അച്ഛൻ ഒരുപാട് സമയം തന്നോടൊപ്പം ചിലവഴിക്കുന്നു എന്നും മകൾ പറയും. എക്സിബിഷൻ വെക്കണമെന്ന് പറഞ്ഞ പപ്പയുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. സോളോ ചെയ്യണമെന്നാകുന്ന ആഗ്രഹം. പക്ഷേ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ പപ്പയുടെ കുറേ നാളായിട്ട് ഇങ്ങനെ എക്സിബിഷൻ വെക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്നപ്പം പിന്നെ കുറേ ഫോട്ടോസ് വെക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ എക്സിബിഷൻ വെച്ചത്. ക്യാമറയും കളർ പെൻസിലുകളുമായി വിസ്മയത്തുമ്പത്തിൻ്റെ എല്ലാ അധ്യായങ്ങളും ഏറെ സമ്പുഷ്ടമാണ്. മുന്നോട്ടുള്ള യാത്രകളിൽ പുതുചിത്രകാരന്മാരെയും പുതുകലാകാരന്മാരെയും തേടിയുള്ള യാത്ര ഞങ്ങൾ തുടരുകയാണ്.